മെസ്സിയുടെ ഇളയ മകൻ സിറോ മെസ്സി. ഇന്റർ മിയാമിയുടെ അണ്ടർ-8 ടീമിനായി കളിക്കുന്ന സിറോ ചെറുപ്രായത്തിൽ തന്നെ മെസ്സിയുടെ മകൻ തന്നെ എന്ന് തെളിയിക്കുകയാണ്. അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സി 39-ാം വയസ്സിലും കളം നിറഞ്ഞാടുമ്പോൾ മെസ്സിയുടെ മക്കളായ തിയാഗോയും മാറ്റിയോയും സിറോയും ഇതിനകം തന്നെ കാൽപന്ത് കളിയിലുള്ള തങ്ങളുടെ കഴിവ് വ്യക്തമാക്കി കഴിഞ്ഞു. മെസ്സിയുടെ മൂന്നാമത്തെ മകനായ സിറോ മെസ്സി ഇന്റർ മയാമിക്കൊപ്പം ആദ്യ കിരീടം നേടിയിരിക്കുന്നു. മയാമിയുടെ യൂത്ത് അക്കാദമിയിൽ പന്തു തട്ടുന്ന സിറോ മെസ്സി യുബി ടീമിനൊപ്പമാണ് കിരീടം നേടിയത്. ഫൈനലിൽ 10-2 വമ്പൻ വിജയമാണ് മയാമി സ്വന്തമാക്കിയത്. കലാശ പോരാട്ടത്തിൽ ഇരട്ട ഗോൾ നേടിയാണ് സിറോ മെസ്സി തിളങ്ങിയത്. ഫൈനൽ മത്സരത്തിലെ MVP പുരസ്കാരം സ്വന്തമാക്കിയതും ഇതിഹാസപുത്രൻ തന്നെയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ചാമ്പ്യനായി പ്രതിഭ തെളിയിച്ച സിറോ മെസ്സിക്ക് മെസ്സിയുടെ അതേ പാതയിലൂടെ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. മെസ്സിയുടെ മൂത്ത മകനായ തിയാഗോ മെസ്സിയും ഫുട്ബോളിലേക്ക് ചുവടുവെച്ചു കഴിഞ്ഞു. നിലവിൽ തിയാഗോ ഇന്റർ മയാമിയുടെ അക്കാദമിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. മെസ്സിയെ ഇതിഹാസമാക്കിയ ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമിയിലേക്ക് തിയാഗോ ചേക്കേറിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്റർ മയാമി അക്കാദമി വിട്ടാണ് തിയാഗോ സ്പാനിഷ് ക്ലബിലേക്ക് കളി പഠിക്കാൻ എത്തുന്നത്. 2012 നവംബർ 2-നാണ് ലയണൽ മെസ്സിയുടെയും റോക്കുസോയുടെയും ആദ്യത്തെ കൺമണിയായി തിയാഗോയുടെ ജനനം. കുഞ്ഞ് ജനിച്ചതിന് പിന്നാലെ കുഞ്ഞിന്റെ പേരും ഹാൻഡ് പ്രിന്റും കാലിൽ ടാറ്റു ചെയ്യുകയും ചെയ്തു. ബാലൻഡിയോർ കൊണ്ടുവന്നതിനേക്കാൾ മാറ്റങ്ങളാണ് കുഞ്ഞു തിയാഗോ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നതെന്ന് മെസ്സി പിന്നീട് പറഞ്ഞു. കുഞ്ഞുണ്ടായതിനു ശേഷം ജീവിതത്തിൽ മുൻഗണനകൾ മാറിയെന്നും മെസ്സി വ്യക്തമാക്കിയിരുന്നു. തിയാഗോയെ സ്കൂളിലാക്കിയതിനു ശേഷം പരിശീലനത്തിന് പോകുന്ന വിധത്തിലായിരുന്നു സാധാരണ ദിവസങ്ങൾ. കൂടാതെ വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സമയം ചിലവഴിക്കുന്നതും സാധാരണമായിരുന്നുവെന്നും ഇത്തരം ശാന്തതയാർന്ന ജീവിതമായിരുന്നു ആഗ്രഹിച്ചിരുന്നതെന്നും മെസ്സി വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ തിയാഗോ ഫുട്ബോൾ കളിക്കാൻ ആരംഭിച്ചു. നേരത്തെ 2004 മുതൽ 2021 വരെ മെസ്സി കളിച്ചിരുന്ന ബാഴ്സലോണയിൽ തിയാഗോയും അംഗമായിരുന്നു. 2020 തന്റെ ടീമിനൊപ്പമുള്ള ആദ്യത്തെ മത്സരത്തിൽ തിയാഗോ ഗോൾ സ്കോർ ചെയ്തിരുന്നു. 2023 ഇന്റർ മയാമിയിലെ അണ്ടർ-12 സ്ക്വാഡിൽ തിയാഗോ അംഗമായി. 2025 നവംബറിൽ തിയാഗോയുടെ പിറന്നാൾ ദിനത്തിൽ ഇന്റർ മയാമി ജേഴ്സിയിലുള്ള മകന്റെ ചിത്രമായിരുന്നു അന്റോനെല്ല റോക്കുസോ പങ്കുവച്ചത്. 2015 സെപ്റ്റംബർ 11-നാണ് മാറ്റിയോ മെസ്സി റോക്കുസോ ജനിച്ചത്. കുറച്ച് പ്രത്യേകതകളുള്ള ആളാണ് മാറ്റിയോ എന്നാണ് മെസ്സി രണ്ടാമത്തെ മകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധ പിടിച്ചുപറ്റാൻ എപ്പോഴും പുതുതായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ് മാറ്റിയോ. തിയാഗോ ശാന്തനായ കുട്ടിയാണെങ്കിൽ മാറ്റിയോ ഒരിക്കലും അങ്ങനെയല്ല. കുട്ടിക്കാലത്തെ തന്നെയാണ് മാറ്റിയോയിൽ താൻ കാണുന്നതെന്ന് മെസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും നഷ്ടപ്പെടുന്നത് മാറ്റിയോയ്ക്ക് ഇഷ്ടമല്ലെന്നും മെസ്സി പറയുന്നു. ഇന്റർ മിയാമി അക്കാദമിയിലാണ് കുഞ്ഞു മാറ്റിയോയും. അതേസമയം കുഞ്ഞുങ്ങളുമായി ഫുട്ബോൾ കളിക്കുമ്പോൾ എളുപ്പത്തിൽ ജയിക്കാൻ മെസ്സി കുട്ടികളെ അനുവദിക്കാറില്ല. ഇൻസ്റ്റഗ്രാമിൽ റോക്കുസോ പങ്കുവച്ച ഒരു വീഡിയോയിൽ കുട്ടികളെ വിജയിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നത് കേൾക്കാം. 2022 ലോകകപ്പിൽ സൗദി അറേബ്യയോട് അർജന്റീന തോറ്റപ്പോൾ കരഞ്ഞുകൊണ്ടായിരുന്നു മാറ്റിയോ സ്റ്റേഡിയം വിട്ടത്. അതുമാത്രമല്ല, വീട്ടിലെ തമാശക്കാരനും ബഹളക്കാരനും ഒക്കെയാണ് മാറ്റിയോ. കഴിഞ്ഞ തവണത്തെ മാറ്റിയോയുടെ ജന്മദിനത്തിൽ റോക്കുസോ പങ്കുവച്ച കുറിപ്പ് അത് വ്യക്തമാക്കുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ മാറ്റു, എപ്പോഴും ഞങ്ങളെ ചിരിപ്പിക്കുന്ന, വീട് സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന, ആലിംഗനങ്ങൾ നൽകുന്ന ആ ഒരാളിന് എത്ര മനോഹരമാണ് നിന്നോടൊപ്പം ഇന്നും എന്നും ആഘോഷിക്കുന്നത്. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞെ, ഇങ്ങനെയായിരുന്നു റോക്കുസോ കുറിച്ചത്. 2018 മാർച്ച് 10-നാണ് സിറോ മെസ്സി റോക്കുസോയുടെ ജനനം. പല കാര്യങ്ങളിലും മാറ്റിയോയെ അതുപോലെ പകർത്താൻ സിറോ ശ്രമിക്കാറുണ്ടെന്ന് സിറോ തന്നെ പറയുന്നു. 2022 മെസ്സി ലോകകപ്പ് നേടുന്ന സമയത്ത് 3 കുഞ്ഞുങ്ങളും മെസ്സിക്ക് ഇടം വലമായി ഉണ്ടായിരുന്നു. ഇന്റർ മിയാമിയുടെ അണ്ടർ-18 ടീമിൽ അംഗമാണ് സിറോ. 2026 മെയ്യിൽ സിറോയുടെ ടീം ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് പിന്നാലെ സിറോ കൊടുത്ത ഒരു അഭിമുഖം വൈറലായിരുന്നു. നന്നായി കളിക്കാൻ കഴിഞ്ഞത് കോച്ച് പറഞ്ഞതനുസരിച്ചത് കൊണ്ടാണെന്നായിരുന്നു സിറോ പറഞ്ഞത്. ഫുട്ബോളിൽ തിയാഗോയും മാറ്റിയോയും സിറോയും സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സമയം ലഭിക്കുമ്പോഴെല്ലാം മക്കളുടെ മത്സരങ്ങൾ കാണാൻ മെസ്സി എത്താറുമുണ്ട്. തിയാഗോ കൂടുതൽ ചിന്തിക്കുകയും ചിട്ടയോടെ പ്രവർത്തിക്കുകയും മിഡ്ഫീൽഡിൽ സാന്നിധ്യമാവുകയും ചെയ്യുന്നു. മാറ്റിയോ ഗോൾ അടിക്കാൻ ഇഷ്ടപ്പെടുന്നു.
ഫോർവേഡിലാണ് മാത്യൂയ്ക്ക് താല്പര്യം. അതേസമയം സിറോ തന്റേതായ രീതിയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ബാഴ്സലോണയിൽ കളിച്ചാണ് മെസ്സി ലോക ഫുട്ബോളിൽ തന്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയത്. 2004 ഒക്ടോബർ 16 എസ്പാനിയോളിനെതിരായ മത്സരത്തിലാണ് മെസ്സി ബാഴ്സയ്ക്കായി തന്റെ അരങ്ങേറ്റം കുറിച്ചത്. ബാഴ്സയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും നേടിയ താരവും മെസ്സി തന്നെയാണ്. 672 ഗോളുകളും 303 അസിസ്റ്റുകളുമാണ് മെസ്സി സ്പാനിഷ് ടീമിന് വേണ്ടി സ്വന്തമാക്കിയത്. ബാഴ്സയ്ക്കൊപ്പം ഒരു പിടി കിരീട നേട്ടങ്ങളിലും പങ്കാളിയാകാൻ മെസ്സിക്ക് സാധിച്ചു. 10 ലാലിഗ കിരീടങ്ങൾ, 2 കോപ്പ കിരീടങ്ങൾ, 7 കോപ്പ ഡെൽ റേ, 4 ചാമ്പ്യൻസ് ലീഗ് എന്നീ കിരീടങ്ങളാണ് താരം ബാഴ്സയ്ക്കൊപ്പം നേടിയത്.